ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സെലസ്റ്റിയൽ ഗ്രൂപ്പിൽ ദൈവവചന ചിന്തകൾ പങ്കിടുവാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാരാമൺ കൺവെൻഷന്റെ സമാപന ദിവസം. കഴിഞ്ഞ 7 ദിവസങ്ങൾ പമ്പാ മണൽപ്പുറത്ത് നിന്ന് ആത്മീക മാരി ലഭിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം അനുഗ്രഹകരമായ സുവിശേഷ ധ്യാന പ്രസംഗങ്ങൾ നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്തൃദാസന്മാരെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് ഏവൻഗേലിയോൻ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് 3 വാക്യങ്ങൾ 13 മുതൽ 15 വരെ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. കിണറ്റിനരികെയുള്ള സമരിയാക്കാരി സ്ത്രീയുടെ ഒരു സംഭവം, യേശുവുമായിട്ടുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ, ആത്മീയ പൂർത്തീകരണത്തിനുള്ള ഒരു ഉപമയായി യേശുവിൻ്റെ ജീവജലം വാഗ്ദാനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവം അത്രേ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാമൂഹിക തടസ്സങ്ങൾക്കിടയിലും യേശുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ വിഷയങ്ങൾ ഇവിടെ എടുത്തു കാണിക്കുന്നു. ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൻ്റെ പരിവർത്തന ശക്തി എത്ര വലിയതാണ് എന്ന് ഈ ഭാഗങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. ഒരാളുടെ ആത്മീയ ദാഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മാത്രം യഥാർത്ഥ സംതൃപ്തി തേടേണ്ടതിൻ്റെ പ്രാധാന്യം ഒക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. യേശു ഒരു സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു. ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. 1-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നതായിരുന്ന, സാമൂഹിക മത അസമത്വങ്ങൾ നിലനിന്നിരുന്നതായ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് യഹൂദരും ശമര്യരും. ശമരിയാക്കാരായിട്ടുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ പ്രതികരിക്കുന്നു. അവിടെ യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുന്നത് തന്നെ അപരിചിതമാണ്. ആ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ തന്നെ നമുക്കിത് കാണാം. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഇതൊരു വലിയ ചിന്തയാണ്. ശമരിയക്കാർക്കും യഹൂദന്മാർക്കും സമ്പർക്കമില്ലാത്തിടത്തേക്ക് യേശു ക്രിസ്തു ചെല്ലുന്നതായ അസാധാരണമായ ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ജീവജലം എന്നത് എന്താണ് എന്നും അത് യേശുവിന് മാത്രം ശമിപ്പിക്കാൻ കഴിയുന്ന ആഴമേറിയ ആത്മീയ ദാഹത്തെ പ്രതികരിക്കുന്നുവെന്നും ഇവിടെ വിശദീകരിച്ച് പ്രതിപാദിക്കുകയാണ്. ആദ്യമേ എനിക്ക് പറയാനായിട്ടുള്ള തടസ്സങ്ങളെ തകർക്കുന്നതായ യേശു ക്രിസ്തു. യഹൂദ്യർക്കും ശമരിയക്കാർക്കും ഇടയിലുള്ള സാമൂഹികവും മതപരമായ വിഭജനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന യേശു തമ്പുരാൻ ആ തടസ്സങ്ങൾക്ക് തകർക്കുന്ന കാണാനായിട്ട് കഴിയും. സ്ത്രീയിലേക്ക് എത്തുവാൻ യേശു മനഃപൂർവ്വം ഈ അതിരുകൾ ലംഘിച്ചത് എങ്ങനെയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമരിയ വഴി പോയ സമയത്ത് ഇവൾ ശമരിയാക്കാരത്തി സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അതിരുകളെ ലംഘിക്കുന്ന യേശുവിനെ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. വീണ്ടും നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, പലപ്പോഴും അവഗണിക്കപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളെ യേശു തമ്പുരാൻ എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ പാനീയ അഭ്യർത്ഥനയിൽ തുടങ്ങി അതിൻ്റെ ആത്മീയ സത്യങ്ങളിലേക്ക് ഈ വേദഭാഗം നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ആ സ്ത്രീയുടെ ആഴമേറിയ ആത്മീയ ആവശ്യം വെളിപ്പെടുത്തുവാൻ യേശു അവളുടെ വ്യക്തിപരമായ ചോദ്യങ്ങളെയും അവളുടെ പോരാട്ടങ്ങളെയും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഈ 4-ാം അധ്യായം നമ്മളോട് പറയുകയാണ്. അവിടെ വളരെ വ്യക്തമായി 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ജീവജലമെന്ന സമ്മാനത്തെ പറ്റിയാണ് യേശു ക്രിസ്തു പറയുന്നത്. ദൈവത്തിൻ്റെ ദാനം നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു വേദഭാഗമുണ്ട്. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണ്. എന്നോടും നിന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമാണിത്. ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവജലത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ നിങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുമായിരുന്നു.
എന്നത്രേ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൗകിക കാര്യങ്ങൾ യഥാർത്ഥ സംതൃപ്തി കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ മാത്രമേ ഈ സംതൃപ്തി അല്ലെങ്കിൽ ആത്മീയ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി ഈ വേദഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടെ നടക്കുന്നത് എന്താണ്? ഒരു വലിയ പരിവർത്തനം നടക്കുകയാണ്. യേശുവുമായുള്ള സ്ത്രീയുടെ കണ്ടുമുട്ടൽ അവളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിലേക്ക്, വലിയ പരിവർത്തനത്തിലേക്ക് നയിച്ചുവെന്ന് കാണാം. അവൾ തന്റെ വെള്ളക്കുടം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് സുവിശേഷം പങ്കിടുവാൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. യേശുവിനെ കണ്ട മാത്രയിൽ അവളുടെ ഭൗതിക ദാഹത്തിനായി കൊണ്ടുവന്ന ആ വെള്ളക്കുടം ഉപേക്ഷിച്ചിട്ട് ഈ സദ്വർത്തമാനം പറയുവാൻ പട്ടണത്തിലേക്ക് പോകുന്ന ശമരിയക്കാരി സ്ത്രീ യേശുവിന്റെ സുവിശേഷം പങ്കിടുവാനായിട്ട് പോകുന്ന കാണുവാൻ, യേശുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയും അവന്റെ ജീവജലം സ്വീകരിക്കുന്നതിലൂടെയും നമ്മുടെ സ്വന്തം ജീവിതങ്ങളെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടും കഴിയണം. ഈ ദാഹജലം അല്ലെങ്കിൽ ഈ ആത്മിക പാനീയം, അല്ലെങ്കിൽ അവിടെ നമ്മൾ വളരെ വ്യക്തം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജീവജലത്തിന്റെ ഉറവയിൽ നിന്നും പാനം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം ജീവിതങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിയുമെന്നത്രേ ഇവിടെ പറയുന്നത്. ഒരു പരിവർത്തനം ജീവിതത്തിൽ സംഭവിക്കുന്നു. യഥാർത്ഥവും ശാശ്വതവുമായ പൂർത്തീകരണത്തിന്റെ ഉറവിടം യേശുവാണെന്ന് ഈ സംഭവം നമ്മളെ വ്യക്തമാക്കുകയാണ്. തന്റെ ജീവൻ നൽകുന്ന സാന്നിധ്യം വാഗ്ദാനം ചെയ്യുവാൻ അവൻ വ്യക്തികളെ സജീവമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ദാഹം പരിശോധിക്കുവാനും ക്രിസ്തുവിലുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധം തേടാനും ഈ വേദഭാഗങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കൂടുതൽ ആഴമേറിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറഞ്ഞ പോയിന്റിനോട് ബന്ധപ്പെടുത്തി ഞാൻ ചില കാര്യങ്ങൾ സംക്ഷിപ്തമായി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുവാനായിട്ട് കഴിയും. ഒരാത്മീയ നവീകരണം, ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം, നിത്യജീവന്റെ ബോധം, പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം, വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള ആന്തരിക ശക്തി, അടിസ്ഥാനപരമായി അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് കാണാം. ജീവജലം എന്താണ്? ശാരീരിക ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള ആഴത്തിലുള്ള ആത്മീയ സംതൃപ്തിയെ ഇത് സൂചിപ്പിക്കുകയാണ്. മഹത്തായ ഒന്നിനായുള്ള ദാഹം ശമിപ്പിക്കുന്നത് പോലെ ജീവജലം പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് യേശുവിനെ സ്വീകരിച്ചാൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുമെന്ന് നാം ഉറച്ച് വിശ്വസിക്കുക. ജീവജലത്തിന്റെ അനുഭവക്കാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. മൂന്നാമത് രൂപാന്തരം ജീവജലം സ്വീകരിക്കുന്ന ഒരു വ്യക്തിഗത പരിവർത്തനമായി കാണുന്നു. ഇവിടെ ഈ സ്ത്രീ കുടം ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് ചെന്ന് രൂപാന്തരപ്പെട്ട ഒരു ശമരിയക്കാരത്തി സ്ത്രീയായി മാറുന്നു. ഇത് പ്രിയമുള്ളവരെ, ജീവജലം സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് മുഖാന്തരമാക്കി തീർക്കണം. ഇത് മാറിയ ജീവിതത്തിലേക്കും ദൈവവുമായുള്ള പുതുക്കിയ ബന്ധത്തിലേക്കും നയിക്കുന്നു. നിത്യജീവൻ, ഈ ആശയം പലപ്പോഴും നിത്യജീവന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ജീവജലം ശാരീരിക അസ്തിത്വത്തെ മറികടക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തെ പ്രതികരിക്കുന്നു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് കൽപ്പിച്ചു. എത്ര അർത്ഥവത്തായ ചിന്തകളാണ് പ്രിയമുള്ളവരെ! ഈ ആത്മീക ദാഹം നമുക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെയും നിങ്ങളെ സമർപ്പിക്കുന്ന ഒരു ദിവസമാക്കി നമുക്ക് തീർക്കാം. അവൾ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളുടെ കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. ശമരിയ സ്ത്രീയും യേശുവുമായുള്ള സംഭാഷണം അവസാനിക്കുമ്പോൾ ഇവിടെ കൂടെ താമസിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കുക. കർത്താവ് നമ്മളെ അതിനൊക്കെയും ബലപ്പെടുത്തട്ടെ. ആ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് ഈ ഒരിക്കലും നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ആത്മീക പാനീയം ജീവജലത്തിൻ്റെ നീരുറവയിൽ നിന്നും
പാനം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു.